കാട്ടാന എത്തിച്ച കോടനാട് അഭയാരണ്യത്തിന് സമീപത്ത് നിന്നാണ് അശ്വിൻ പാലാഴി ചേരുന്നത്. അശ്വിൻ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? അത് മാത്രമല്ല, ഒരു സൗഹൃദ കാഴ്ചകൾക്കും കൂടെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ്. മൊത്തത്തിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അശ്വിൻ? അൻവരിയ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു രാവിലെ ഈ ആനയെ പിടികൂടുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ കണ്ടത്. എന്തായാലും അതിനും അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ആനയെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന അതിൻ്റെ ചികിത്സാ നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതിന് ഇന്ന് നൽകേണ്ട ചികിത്സ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം, പ്രത്യേക വിദഗ്ധ സംഘം, ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പുറത്തേക്ക് പോയത്. ഇന്നിപ്പോൾ അതിന് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതുപോലെ പ്രത്യേകമായൊരു കൂട് ഒരുക്കി അതിനുള്ളിലാണ് ആനയെ പറപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന ആനകളൊക്കെ കൂട്ടിലേക്ക് ഇടുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുള്ളതാണ്. ആ കൂടിന് പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുള്ളതാണ്. പക്ഷേ അതിരപ്പള്ളി കൊമ്പൻ വളരെ ശാന്തനായാണ് അതിനകത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഈ മയക്കുവെടിയുടെ മയക്കമൊക്കെ കഴിഞ്ഞിട്ടും വളരെ ശാന്തനായി തന്നെ എല്ലാത്തിനോടും സഹകരിച്ച്, ചികിത്സയോടൊക്കെ സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. നിലവിൽ 1.5 മാസത്തോളം നീണ്ട ചികിത്സ വേണ്ടിവരും എന്നുള്ളതാണ് അരുൺ സക്കറി എന്ന് രാവിലെ വ്യക്തമാക്കിയത്. അത്രത്തോളം ആഴത്തിലുള്ള മുറിവാണ് അതിൻ്റെ മസ്തകത്തിലേറ്റിരിക്കുന്നത്. ഒരുപക്ഷെ നേരിൽ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു മുറിവ് തന്നെയാണ് എൻ്റെ ഈ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 അടിയോളം വീതി ആ മുറിവിൻ്റെ വ്യാപ്തിയുണ്ട്. താഴേക്ക്, അത് അകത്തേക്ക് 1 അടിയോളം ആഴത്തിലുള്ള മുറിവാണ് എന്ന് കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അതിന് ചികിത്സ നൽകുക എന്നുള്ളത് അത്രത്തോളം ശ്രമകരമായ ജോലി കൂടിയാണ്. ഇത്രയും നാളായതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വികസിച്ച് വരണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഈ വിദഗ്ധ സംഘം പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ വെടിയേറ്റ് വീണ അവിടെ മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കുറച്ച് സമയമുണ്ടായിരുന്നു. ആ സമയമാണ് ഇതിന് ചികിത്സ നൽകുന്നതിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ സമയമെന്ന് അവർ പറയുകയും ചെയ്തു. ആ സമയത്താണ് ഈ മുറിവൊക്കെ ക്ലീൻ ചെയ്യുകയും അതിനുള്ളിലുണ്ടായിരുന്ന പഴുപ്പൊക്കെ പുറത്തേക്ക് എടുത്ത് കളഞ്ഞ് മരുന്ന് വെക്കുകയും ഇഞ്ചക്ഷൻ നൽകുകയും ഒക്കെ ചെയ്ത ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഒഴിവാക്കാൻ കഴിഞ്ഞു. കാരണം ഈ ആന നിൽക്കുകയായിരുന്നെങ്കിൽ ചികിത്സ വെല്ലുവിളിയായേനെ. എന്തായാലും അത് കിടന്ന സമയത്ത് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിലവിലിപ്പോൾ സുരക്ഷിതനാണ്. വരും ദിവസങ്ങളിലെല്ലാം ഏറ്റവും അടുത്ത് ക്ലോസ് റേഞ്ചിലുള്ള നിരീക്ഷണമാണ് ആനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടേക്കുള്ള സന്ദർശകർ, ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് അഭയാരണ്യം, അവിടേക്കുള്ള സന്ദർശകരെ വിലക്കിയിട്ടുമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ആന തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് ഡോക്ടർമാരും പങ്കുവയ്ക്കുന്നത്. അശ്വിൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ മയക്കുവെടി വെച്ച സമയത്തും ആന വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ശ്രമകരമായിരുന്നു വാഹനത്തിലേക്ക് കയറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ? നമുക്ക് ആശങ്ക ഇല്ല എന്ന്, ആശങ്ക ഒഴിഞ്ഞു എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. നമ്മളത് നമ്മുടെ ഒരു വ്യക്തതയ്ക്ക് കൂടി വേണ്ടി അരുൺ സക്കറിയോട് നമ്മൾ ചോദിച്ചാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ആശങ്ക ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം മസ്തകത്തിൽ ആഴത്തിലുള്ള മുറിവാണ്. അത് നിലവിൽ തലച്ചോറിലേക്ക് അതിൻ്റെ അണുബാധ പടർന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാനാവില്ല. മികച്ച ചികിത്സ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ ചികിത്സ കൊണ്ടൊന്നും നമുക്ക് തടഞ്ഞു നിർത്താനാവുന്ന ഒരു നിലയിലല്ല നിലവിലെ അണുബാധ എന്നുള്ളതാണ് ആശങ്ക. അതുകൊണ്ട് തന്നെ എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെയും രക്ഷിച്ചെടുക്കാനാണ് നോക്കുന്നത് എന്നുള്ളതാണ് അരുൺ സക്കറി അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘം പറയുന്നത്. അപ്പോഴും വെല്ലുവിളിയായതും ആശങ്കയായതും ഈ 1 അടിയോളം ആഴത്തിലുള്ള മുറിവ് തന്നെയാണ്. അത് തലച്ചോറിലേക്ക് പടർന്ന് ഗുരുതരമാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. 1 അടിയോളം താഴ്ചയിൽ ആ മുറിവുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വ്യക്തമാണ്. കറക്റ്റ്, ശരിക്കും നല്ല ആഴത്തിലുള്ള മുറിവാണ്. അത് തലച്ചോറിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതും ഇച്ചിരി ആശങ്ക നൽകുന്നതാണ്. പക്ഷേ ആശങ്കയിൽ ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ഇനി പക്ഷേ ഈ ആനയുടെ ആരോഗ്യ നില അത് ഏത് രീതിയിലാണ്, ആശങ്കയുണ്ടാകുന്ന സാഹചര്യമാണോ എന്നുള്ളതൊക്കെ ഇനി ചികിത്സ നൽകിയ ശേഷമേ മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ.